കമോൺ എവരിബഡിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കമോൺ എവരിബഡി അങ്ങനെ ആദ്യമായിട്ട് ചുരം ഇറങ്ങിയിരിക്കുകയാണ്. ജില്ല വിട്ട് പുറത്തു പോയിരിക്കുകയാണ്. ഒരു ജില്ലയൊന്നുമല്ല, 3-4 ജില്ലകൾക്ക് അപ്പുറത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കോട്ടയത്തുള്ളത്. ഇന്നലെ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഉണ്ടായിരുന്നു. കമോൺ എവരിബഡി ചാനൽ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ വയനാട് വിട്ട് പുറത്തു പോകുന്നത്. വേറെ ഒന്നുകൊണ്ടല്ല, കൊറോണ പ്രശ്നം ആയതുകൊണ്ടാണ് നമ്മൾ അധികം പുറത്തോട്ട് പോകേണ്ടതെന്ന് തീരുമാനിച്ചത്. എങ്കിലും ഇപ്പം നമ്മൾ ഇങ്ങനെ എന്താ പറയുക, മറ്റു ചില ആവശ്യങ്ങൾ കൊണ്ട് ഇങ്ങനെ പുറത്തിറങ്ങണം. ഏകദേശം ഒരു ആഴ്ചത്തോളം നമ്മൾ കോട്ടയം, ആലപ്പുഴ ഭാഗങ്ങളിൽ ഉണ്ടാവും. അപ്പം ഇന്നിപ്പോൾ നമ്മൾ ജസ്റ്റ് നമുക്ക് 1, 2, 3, 4 റിലേറ്റീവ്സിന്റെ വീടുണ്ട്. അപ്പം നമ്മൾ പിഞ്ചുവിന്റെ ചേച്ചിയുടെ വീട്ടിലോട്ടാണ് ആദ്യം വന്നത്. അല്ല പിഞ്ചു? പിഞ്ചുവിന്റെ ചേച്ചി പിങ്കി ചേച്ചിന്റെ കെട്ടിയൻ, പിങ്കി ചേച്ചിയുടെ ചേട്ടൻ നോബിൻ ചേട്ടൻ ഒരു ഹായ് പറഞ്ഞേ. ഹായ്. പുള്ളിക്കാരൻ ഡ്രൈവിങ്ങിലാണ്. ഓക്കെ, അപ്പം നമ്മൾ ചുമ്മാ ഇന്ന് രാവിലെ എത്തിയുള്ളൂ നമ്മൾ. അപ്പോൾ ഒന്ന് ഫ്രഷായി ഉറക്കമെല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണമെല്ലാം കഴിച്ച് ചുമ്മാ കോട്ടയം ടൗണിലോട്ട്, അതായത് പിഞ്ചുവിന് ഒരുപാട് നൊസ്റ്റാൾജി ഉണ്ട് ഇവിടെ. പിഞ്ചുവിൻ്റെ ഡിഗ്രി കാലഘട്ടം പിഞ്ചു ഇവിടെയായിരുന്നു, BCM കോളേജിൻ്റെ മുത്താണ്, മലയാളി മങ്കയായിരുന്നു. അതൊക്കെ പിന്നെ പറയാം, അതൊക്കെ പിഞ്ചു പറയും. അപ്പോൾ നമ്മൾ ചുമ്മാ ടൗണിലൊക്കെ ഇറങ്ങി പിഞ്ചു ഓർമ്മകളൊക്കെ അയവിറക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പിഞ്ചു പറയുന്നത് തന്നെ ആയിരിക്കും നല്ലത്, അല്ലേ പിഞ്ചു? എന്നാ പറഞ്ഞോ. കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ ക്യാമ്പസുകളിൽ ഒന്നാണ് CMS കോളേജ്. ഏറ്റവും ആദ്യത്തെ ക്യാമ്പസ് ആണ് CMS കോളേജ്. CMS കോളേജിൽ നമ്മൾ ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ടായിരുന്നു. CMS കോളേജ് ഇതാണ്. CMS കോളേജ് പിന്നെ എല്ലാവർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം ഒരുപാട് സിനിമകളിൽ CMS കോളേജ് ലൊക്കേഷനായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള സൂപ്പർ ഹിറ്റ് സിനിമകൾ, അതായത് ക്ലാസ്മേറ്റ്സ്, ബോഡി ഗാർഡ്, അങ്ങനെ ഒരുപാട് സിനിമകളിൽ ലൊക്കേഷനായിട്ട് വന്നിട്ടുള്ളൊരു ക്യാമ്പസാണ് CMS കോളേജ്. അത് മാത്രമല്ല, വേറെയും ഒരുപാട് കോളേജ്, 150 വർഷത്തോളം ചരിത്രമുള്ള ഒരു കോളേജാണ് CMS. പിഞ്ചുവിൻ്റെ കോളേജും പിന്നെ കോട്ടയം മലയാള മനോരമയുടെ ഓഫീസും. മലയാള മനോരമയുടെ ഓഫീസിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പിഞ്ചുവിൻ്റെ BCM കോളേജ്. അപ്പം ഞാൻ പഠിച്ച കോളേജിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. നൊസ്റ്റ് അടിച്ചിട്ട് പാടില്ല, ഒന്ന് കേറിയിട്ട് വരാം അല്ലേ? 1965, 68 കാലഘട്ടങ്ങളിൽ പിഞ്ചു ഓടിക്കളിച്ച്. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് പിഞ്ചു ഇവിടെ വരുന്നത്? ഞാന് കുറെ വർഷമായി ഇതിലെ പാസ് ചെയ്ത് പോകാറുണ്ട്. വരുമ്പോഴൊക്കെ ഇറങ്ങിയിട്ട് കേറി ഒന്ന് കണ്ടിട്ട് ഒത്തിരി കാലമായി. നെസ്റ്റു അയ്യോ, ഇങ്ങനെ ആളും ബഹളവും ഇല്ലാതെ BCMനെ കാണുന്നതുണ്ടല്ലോ. നെസ്റ്റ് അടിച്ച് നിൽക്കുക കേട്ടോ. കോളേജിൻ്റെ ഉള്ളിൽ എത്തി നിൽക്കുകയാണ്. ഇത് ഞങ്ങളുടെ ഹോസ്റ്റലായിരുന്നു. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഹോസ്റ്റൽ. 3 വർഷം ഈ ഹോസ്റ്റലിലാണ് ഞങ്ങൾ നിന്നുകൊണ്ടിരുന്നത്. പിന്നെ ഏറ്റവും മിസ് ചെയ്യുന്ന ഒരു സാധനമുണ്ട് ഇവിടെ. ഇവിടെ മുറ്റത്ത് നമുക്കൊരു പുളിമരം ഉണ്ടായിരുന്നു. ആ പുളിമരത്തിന് എനിക്ക് വലിയ കഥകളുണ്ട്. അതിനെക്കുറിച്ചൊരു പാട്ടൊക്കെ നന്നായിട്ട് പാടുമായിരുന്നു. അതിങ്ങനെ പുറത്തൊക്കെ പോയി കഴിയുമ്പോൾ സിസ്റ്റേഴ്സൊക്കെ എല്ലായിടത്തും കൊണ്ടുപോകുമ്പോൾ നല്ല ജോലി കേട്ടോ. അപ്പൊ ഇവരെല്ലാം പോയിട്ട് നമ്മളെല്ലാം ഗ്യാങ് ആയിട്ട് വന്നിട്ട് BCMന്റെ മുറ്റത്ത് ഒരു പുളിമരമുണ്ട്, ഒരു മഴ എറിഞ്ഞപ്പോ പുളിമരം വീണ്, ഒരു മഴ എറിഞ്ഞപ്പോ പുളിമരം ചാഞ്ഞ്, 2 മഴ എറിഞ്ഞപ്പോ പുളിമരം വീണേന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും കൂടെ ഓളം വെക്കുന്ന ഒരു പാട്ടായിരുന്നു അത്. ആ പുളിമരം ഇവിടെയായിരുന്നു. കവിത കേട്ട് സഹിക്കാൻ വയ്യാതെ പുളിമരം സ്വയം താഴോട്ട് ചാടി മരിച്ചാണോ? അതെ. പിന്നെ ഏറ്റവും അടുത്ത ബിൽഡിങ്ങിലായിരുന്നു എന്റെ ക്ലാസ്. ക്ലാസ്സുകള് അടിപൊളി. നീ 3 വർഷം നീ ബാക്ക് ബെഞ്ചറായിരുന്നു അവിടെ? അല്ല, ബാക്ക് ബെഞ്ചർ എന്ന് വെച്ചാൽ പഠനത്തില് ആവറേജ് ആയിരുന്നു. പിന്നെ കുറച്ച് അത്യാവശ്യം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞാനൊരു ലേഡീസ് കോളേജിന്റെ, ഒരു വിമൻസ് കോളേജിന്റെ ഉള്ളിൽ കയറി പറ്റുന്നത്. എത്ര സുന്ദരിമാരുടെ പാദമുദ്രകൾ പടിഞ്ഞ ടാർട്ടർ റോഡും ആ പടികളും കുറെ കിളികൾ. ആ കിളികളല്ല, ഈ കിളി എപ്പോഴും ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് മുന്നേ ആ പുളിമരത്തിന്റെ ചോട്ടിലായിരുന്നു ഞങ്ങളൊക്കെ പഠിച്ചോണ്ടിരുന്നപ്പോ. ഇതൊരു സാമ്രാജ്യമായിരുന്നു. ഐ റിയലി മിസ്. പിഞ്ചു കൊടുത്ത മലയാളി മങ്കയൊക്കെ ആയിരുന്നു പറഞ്ഞു. മലയാളി മങ്ക എന്താണ്? ഇവിടെ നമ്മുടെ November 1 ഒരു വലിയ കോമ്പറ്റീഷൻ ഉണ്ട്, മലയാളി മങ്ക കോമ്പറ്റീഷൻ. അപ്പൊ അതിനകത്ത്
ഭാഗ്യത്തിന് തേർഡ് ഇയറിൽ കഴിഞ്ഞപ്പോൾ വിന്നറായി. അതാണ് മലയാളി വന്നത്. പത്രത്തിലൊക്കെ വന്നായിരുന്നു, അതുകൊണ്ട് എല്ലാവരും അറിഞ്ഞു. പിഞ്ച പത്രക്കെട്ടിക്ക് ഇപ്പോഴും കൂടെ കൊണ്ട് കിടക്കുന്നുണ്ട്. വെറുതെ ഓർമ്മകളല്ലേ, ഓർമ്മകൾ. ഏതാ ഏറ്റവും മുകളിൽ അങ്ങേറ്റത്തുനിന്ന്? ഇതാണ് BCM കോളേജ് അല്ലേ? BCM കോളേജ് വളരെ ഫേമസ് ആയിട്ടുള്ള കോളേജാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള കോളേജാണ്. കോട്ടയത്തെ BCM കോളേജ്, സീമസ് കോളേജ്, ബസേലിയസ് കോളേജ്, കോളേജുകളുണ്ട് കോട്ടയത്ത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കോളേജാണ് ഞങ്ങളുടെ BCM കോളേജ്. അതിൽ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ? സിനിമകളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ ചോക്ലേറ്റ് സിനിമയുടെ ത്രെഡ് ഇവിടുന്നൊക്കെ പറയുന്നത് കേൾക്കാം, നമുക്കറിയില്ല കേട്ടോ. വിമൻസ് കോളേജിൽ ഒരാൾ പഠിക്കാൻ ഇവിടെ MSW ഓൾറെഡി ഉണ്ടായിരുന്നു, അതിനകത്ത് ബോയ്സിന് അലൗഡാണ്. അതുപോലെ തന്നെ ഇപ്പൊ MSc ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ. അയ്യോ, എന്തോ ഒരു ഓർമ്മകളുള്ള സ്ഥലാ. ആയാലും അറിഞ്ഞൂല, വലിയ നഷ്ടമായി പോയി. ഇതൊക്കെ ക്ലാസ് റൂമുകളാണോ? അത് പ്രധാനപ്പെട്ട ഓഫീസൊക്കെയാണ്. പ്രധാനപ്പെട്ട ഓഫീസോ? മെയിൻ സിസ്റ്റേഴ്സിന്റെ പ്രിൻസിപ്പാളിന്റെ റൂമൊക്കെ അവിടെ. അങ്ങനത്തെ റിസപ്ഷൻ, അങ്ങനത്തെ കാര്യങ്ങള്, ലാബ്, കമ്പ്യൂട്ടർ ലാബ്, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ എന്താന്നുള്ള അവസ്ഥ അറിയാൻ യാതൊരു നിവൃത്തിയില്ല. പിന്നെ ഞങ്ങളുടെ മെയിൻ ഓഡിറ്റോറിയം പൊളിച്ചിട്ടിരിക്കുകയാണ് മുകളിൽ. റിനോവേഷൻ ആണെന്ന് തോന്നുന്നു. ഇവിടെ വളരെ വലിയ ഓർമ്മകളുണ്ട് കേട്ടോ. ഞങ്ങൾ തകർത്ത് വാരിയ സ്ഥലമാണ്. ആർട്സ് ഐറ്റംസ് ഒക്കെ നമ്മൾ കൂടുമായിരുന്നു, എല്ലാത്തിനും കൂടുമായിരുന്നു, എല്ലാത്തിനും കൂടെ തലവെക്കുമായിരുന്നു. ഹോസ്റ്റലിൽ കയറിയില്ലെങ്കിൽ ഹോസ്റ്റലിൽ കയറും. ഇങ്ങോട്ട് വാ, കാല് തല്ലി പിടിക്കുന്നതിന് മുമ്പ്. ഇതാണ് നിങ്ങളെ പോലുള്ളവരെ കൊണ്ട് ഒരു വിമൻസ് കോളേജിൽ പോകരുതെന്ന് പറയും. ഞാനിത് കേറാത്തോണ്ടല്ലേ. ഈ മരമൊക്കെ ഉണ്ടല്ലോ, പണ്ട് ഞങ്ങൾ പഠിക്കുമ്പോഴും ഉണ്ട്. എന്റെ ഒരു ഫോട്ടോയിൽ ഇത് വളരെ വൃത്തിയായിട്ടുണ്ട്. അതിനുശേഷം വളർന്നിട്ടില്ല. ഇല്ല, അതാണ്. അയ്യോ, എന്തോ ഒരു ഓർമ്മകളുണ്ട്. എക്സൈറ്റഡ് ആവുന്നു. പിഞ്ചു, നിനക്ക് ഇവിടെ ഉള്ളതിൽ ഏറ്റവും മറക്കാനാവാത്ത ഓർമ്മ എന്താണ്? ഇവിടെ ഉള്ളല്ലോ ഹോസ്റ്റല് ഭയങ്കര ഓർമ്മയാണ്. ഹോസ്റ്റല് ഞാൻ തേർഡ് ഇയറിൽ ഭയങ്കര ചുമ്മാ പൊക്കി പറയുന്നതാന്ന് വിചാരിക്കും. പറഞ്ഞോ, തള്ളാന്ന് എല്ലാവർക്കും അറിയാം, നീ പറഞ്ഞു. ഹോസ്റ്റലില് തേർഡ് ഇയർ ഒക്കെ ആകുമ്പോഴേക്കും മെയിൻ പ്രീഫെക്റ്റ് ഒക്കെ ആയിരുന്നു. അപ്പൊ നമ്മൾ ഈ കോളേജിൽ പ്രോഗ്രാം നടത്തുന്ന പോലെ തന്നെ ഹോസ്റ്റലില് നമ്മുടെ പാരലൽ ഒരു വേൾഡ് ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ഈ അതുപോലെ കോളേജിലെ ഫംഗ്ഷനേക്കാളും വലുതായിട്ട് ഞങ്ങൾ ഹോസ്റ്റൽ ഫംഗ്ഷനൊക്കെ നടത്തും. പിന്നെ ഇതുപോലെ തന്നെ ഹോസ്റ്റലിൽ നിന്ന് എല്ലാവരെയും കൊണ്ട് നമ്മൾ സിനിമയ്ക്കൊക്കെ പോകും. അതെങ്ങനെയാണെന്നറിയോ? ഇവിടെ മുതൽ നമ്മുടെ ആശ അഭിലാഷ്, അങ്ങനെയാണ് തിയേറ്ററുകളുടെ പേര്. അവിടെ വരെ നടക്കും. എല്ലാവരും ലൈനായിട്ട് നടന്നൊക്കെ പോയി. അത് ഞങ്ങൾ തേർഡ് ഇയേഴ്സിൻ്റെ നേതൃത്വത്തിൽ പിള്ളേരെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകും. എന്നിട്ട് അവിടെ പോയിട്ട് ടിക്കറ്റ് എടുത്ത് സിനിമയൊക്കെ എല്ലാവരും കൂടെ കുത്തിയിരുന്ന് കാണും. ടിക്കറ്റ് എടുക്കേണ്ട സിനിമ കാണാൻ പറ്റില്ല, അങ്ങനെയല്ല, ഞങ്ങൾ ബൾക്കായിട്ട് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് അങ്ങനെ കാണും. പിന്നെ എന്നാ ഇവിടെ ക്ലാസ് കട്ട് ചെയ്തിട്ടുണ്ടോ? ക്ലാസ് അങ്ങനെ കട്ട് ചെയ്തിട്ടില്ല. കട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ കോമൺ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് ക്യാൻറ്റീനിലൊക്കെ പോയിരുന്നു. പിന്നെ അങ്ങനെ അല്ലാതെ വലിയ ക്ലാസ് കട്ട് ഈ സ്ഥാപനത്തിൽ നടക്കില്ല. ഇല്ല, സിനിമയ്ക്കൊന്നും പോയിട്ടില്ല. ഞങ്ങൾ ഹോസ്റ്റലേഴ്സിന് അങ്ങനെ സിസ്റ്റേഴ്സിനോട് ചോദിക്കാതെ പെർമിഷൻ ഇല്ലായിരുന്നു പുറത്തു പോകാൻ. അപ്പൊ ഞാൻ നല്ല ഡീസന്റ് ആയതുകൊണ്ട് ഞാനൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളേറെ ഇവിടെ പഠിക്കാൻ അല്ല, ഒരു ആൺകുട്ടിക്ക് ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഒത്തിരിയേറെ ഓർമ്മകൾ നിറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഒന്നും പറയാനില്ല, സൈലൻസ്. പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു ഐറ്റം ഉണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഓളം വെക്കുന്നത്, നമ്മൾ നടയൊക്കെ വിളിക്കും. ആർപ്പോ ഇറു ഇറു ഇറു. ഓ, മിസ് ചെയ്യുന്നു. ഇവിടെ അടുത്ത മെൻസ് കോളേജ് ഏതാ? ഇതവിടെ തൊട്ട് ഓപ്പോസിറ്റ് ബസേലിയസ് കോളേജ് ഉണ്ട്. നിങ്ങൾ ഇവിടെ BCM കോളേജിൽ പഠിച്ച പെൺകുട്ടികൾ അങ്ങോട്ട് ഭയങ്കര വായി നോട്ടായിരുന്നു കേട്ടിട്ടുണ്ടോ? അതൊക്കെ ചുമ്മാ പറയുന്ന, ഇങ്ങോട്ട് നോക്കുമായിരുന്നു. പിന്നല്ല, ഞങ്ങള് BCM സുന്ദരികളായിരുന്നു. എന്നെ എടുത്തിട്ട് നല്ലൊരു പ്ലീസ്. ഇത് നമ്മുടെ കോളേജിനോട് ചേർന്ന് തന്നെയുള്ള സ്കൂളാണ്, സെന്റ് ആൻസ്. അപ്പോൾ ഇതും നമ്മുടെ ക്യാമ്പസിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പോൾ ഹോസ്റ്റലേഴ്സൊക്കെ ഇങ്ങനെ വരാന്തകളിലൂടെ ഓരോ എക്സാം ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ ഓരോ വരാന്തകൾ ബുക്ക് ചെയ്യും. എന്നിട്ട് അവിടെ മുതൽ ഇവിടെ വരെ പഠിക്കുക എന്നുള്ള വിദ്യാധാരണയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അതൊരു ചടങ്ങാണ്. ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ MSWയിലൊക്കെ 2-3 ബോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കയറിയിട്ട് എന്തെങ്കിലും നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് എന്തെങ്കിലും പാടാന്നൊക്കെ വെച്ചിട്ട് തന്നെ അവരേതെങ്കിലും പാട്ടൊക്കെ നമുക്ക് വേണ്ടി പാസ് ഔട്ട് ആവുന്ന തേർഡ് ഇയറിലെ സഹോദരിമാർക്ക് വേണ്ടി ഞാൻ ഗാനം ആലപിക്കാം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, പേരൊന്നും പറയുന്നില്ല.
എന്നിട്ട് രേണുകേന്ന് പറഞ്ഞിട്ട് പാട്ട് തുടങ്ങിയില് തേർഡ് ഇയേഴ്സ് എഴുന്നേറ്റ് ഒന്ന് കൂവി ഇറക്കി വിട്ടു. അതൊരുമാതിരി പരിപാടിയായി പോട്ടോ. ഞങ്ങള് 100 ആമ്പിള്ളേർ പഠിക്കുന്ന കോളേജിൽ 3 പെമ്പിള്ളേരാണ് ഉള്ളത്. അവരുണ്ട് ഈ കൈവെള്ള പൊന്നു പോലെ കൊണ്ട് നടക്കുന്നത്. നിങ്ങൾ ഒരുമാതിരി ഇതാണ് ശരിയല്ലാത്തത്. എന്താ ഇതാണ് ജനാധിപത്യം. ഐ വാക്ക് ഔട്ട് ഫ്രം ദ കോളേജ്. ഞാൻ ഈ കോളേജിൽ പോവാ, എനിക്കിഷ്ടമല്ല. ഇപ്പൊ ചുമ്മാ പിഞ്ചുവിന്റെ കോളേജിൽ നിന്ന് കയറി. ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. അതാണ് ഞാൻ മുന്നേ കൊണ്ടുവരാതിരുന്നത്. ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ കഴിയലാന്ന്. ഒരു സങ്കടത്തോടെ പോവാ. ഇവിടെ വന്ന് എല്ലാരെയും മിസ് ചെയ്തു. നമുക്ക് കൂടെ പഠിച്ച എല്ലാരും ഉണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട് ഒത്തിരി പേര്, എല്ലാരെയും മിസ് ചെയ്യുന്നു. BCM കോളേജിൽ 2008-2011 ബാച്ചിൽ പഠിച്ച പിഞ്ചുവിനെ അറിയുന്ന എല്ലാരും കമന്റ് ചെയ്യണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇറങ്ങാലോ പിഞ്ചു. അതെ. അപ്പൊ എന്തായാലും നമ്മള് ഏകദേശം ഒരാഴ്ചയോളം കോട്ടയത്തുണ്ട്. കോട്ടയം ആലപ്പുഴ ഭാഗങ്ങളിൽ നമ്മൾ കുറച്ച് വ്ളോഗിങ് പ്ലാനിങ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരാഴ്ച ഇനി കോട്ടയം ആലപ്പുഴ വിശേഷങ്ങൾ അല്ലേ മിഞ്ചു? അപ്പോൾ സ്റ്റേ ട്യൂൺ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്യുക. കമോൺ എവരിബഡി. ഇനി വേറെ റേഞ്ച് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ എല്ലാവരും ബൈ.